കപ്പിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഞാൻ അന്ന് ഡിസിഷൻ എടുത്തേനെ. എന്നോട് ചോദിച്ച ലാലേട്ടൻ ചോദിച്ചപ്പം ഇയാളെ നിർത്തണോ വേണ്ടതെന്നുള്ള ഡിസിഷൻ ഇപ്പോഴും ആ മേക്കേഴ്സിനോട് ചോദിച്ചാൽ അന്ന് ഞാനൊരു ഡിസിഷൻ എടുത്തെങ്കിൽ അയാൾ അന്ന് ഔട്ടാണെന്നുള്ളത് ഇപ്പോഴും പറയും. അന്ന് ജുനൈസ് സ്റ്റാൻഡ് എടുത്തിരുന്നെങ്കിൽ അയാൾ ഔട്ടാണ്. ഞങ്ങളെ ഫിസിക്കൽ അസോൾട്ട് ആ ഗെയിമിന്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ഡിസിഷൻ എടുത്തെങ്കിൽ അയാൾ ഔട്ടാണ്. അപ്പം ഞങ്ങൾ ഗിഫ്റ്റ് ചെയ്തൊരു കപ്പ് തന്നെയാണ്. അപ്പം അത് വെച്ചിട്ട് ആ ഗിഫ്റ്റ് എനിക്ക് തിരിച്ചെടുക്കണമെന്നില്ല. സന്തോഷത്തോടു കൂടി ഞങ്ങൾ കൊടുത്താണ്. എനിക്ക് പശുവും ചത്തു മോരിലെ പുളിയും പോയി, എന്നിട്ട് ഇവരുടെ അടി ഇതുവരായിട്ടും തീർന്നിട്ടില്ല. 2 സീസൺ കഴിഞ്ഞു പോയി. ഇവരുടെ സീസൺ കഴിഞ്ഞ് 2 സീസൺ എക്സ്ട്രാ കഴിഞ്ഞു പോയി. എന്നിട്ട് ഇപ്പോഴും കിടന്ന അടിയാണ്. പിന്നെ ആദ്യം കഴിഞ്ഞ അഖിൽ മാരാർ, അത് പിന്നെ പുള്ളിയുടെ കാര്യം അറിയാലോ, ഡബിൾ സ്റ്റാൻഡ് നിൽക്കുകയുള്ളൂ. അത് പിന്നെ പറയാം. പുള്ളി അന്ന് എങ്ങാണ്ട് ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരുടെ അടുത്ത് ശോഭനാഥ് ഒരു കേസ് കൊടുത്തു. അതിന് ശേഷം ഇവർ, അതായത് അഖിൽമാരുടെ ഭാര്യ ഒരു ബ്യൂട്ടി പാർലർ എന്നൊരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് ഇവർ അതിഥിയായിരുന്നു. പിന്നെ വീണ്ടും അടി തുടങ്ങി. ചുമ്മാ കിടന്ന അടിയും കിടങ്ങി. ഈ അഖിൽ മാരാറൊക്കെ ആണെങ്കിൽ എന്നാ ഡബിൾ സ്റ്റാൻഡ് നിൽക്കണ മനുഷ്യനാണെന്ന്. ബിഗ് ബോസിനെ കുറിച്ച് ആ മാതിരി തോരാന്ന് കുറ്റം പറഞ്ഞിട്ട് പുള്ളി അങ്ങോട്ടേക്ക് കയറിപ്പോയി രണ്ടാമത്. എന്നിട്ട് ബിഗ് ബോസിൻ്റെ ഓരോ വിമർശനങ്ങളും അതിലെങ്ങനെ ചെയ്യേണ്ടത്, ബിഗ് ബോസ് നല്ലതാണെന്ന് പറഞ്ഞ് ഡബിൾ സ്റ്റാൻഡ് നിൽക്കണ പുള്ളി. അതങ്ങനെ ഒരു ജന്മം. ഈ പുള്ളിക്കാരി എന്തിൻ്റെ ഏടാ? അത് ട്രോഫി കിട്ടിയ അയാൾ കഴിഞ്ഞു, സീസൺ കഴിഞ്ഞു, എത്ര സീസൺ കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോഴും കിടന്ന് അടി കൂടിക്കൊണ്ടിരിക്കുക. കഷ്ടം തന്നെ. കൊച്ചു പിള്ളേർ ഇതിലും ഭേദമല്ലോ.